അനൂപ് കൂടിയുണ്ട്. വിമർശനങ്ങൾ പോകുന്നത് കോൺഗ്രസിന് നേർക്കാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അനൂപ് ഇതിന് മറുപടി പറയണം. അനൂപ്, ഇവിടെ താങ്കൾ വരുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ നടന്നു. ഒന്ന്, ശ്രീ ജയചന്ദ്രൻ പറഞ്ഞത്, അദ്ദേഹം ഒരു CPM സഹയാത്രികനാണല്ലോ, അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ഈ രീതിയിലുള്ള ഒരു ന്യായ് ഗ്യാരണ്ടിയുമായി വന്നിട്ടൊന്നും കാര്യമില്ല, ഈ മോദി ഗ്യാരണ്ടിക്ക് ബദലായി ഞങ്ങൾ ന്യായ് ഗ്യാരണ്ടി കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അതൊന്നും വിലപ്പോവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീ TG മോഹൻദാസ് പറയുന്നത് എന്ത് വാഗ്ദാനം വേണമെങ്കിലും കൊടുക്കാമല്ലോ, കാരണം അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പുണ്ട്, അപ്പോൾ എന്ത് പറഞ്ഞാലും അത് നടപ്പാവില്ല എന്ന കാര്യം ഉറപ്പുണ്ട്, അതുകൊണ്ട് കുറേ പദ്ധതികളുമായിട്ട് വരുന്നു. അദ്ദേഹം അതൊരു ഫോക്കസ് ചെയ്ത് വിമർശനം ഉന്നയിച്ചത് നാരി ന്യായ് പദ്ധതിയെക്കുറിച്ചാണ്. ഇവിടെ വനിതകൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും അവസരം നൽകാത്ത, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം അവസരം കൊടുക്കുന്ന കോൺഗ്രസിന് ഇത്തരമൊരു പദ്ധതിയുമായി മുന്നോട്ട് വരാൻ എന്ത് അർഹതയാണ് ഉള്ളതെന്നും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്കുള്ള മറുപടി, എങ്ങനെ ഗെയിം ചേഞ്ചർ ആകും ഈ ന്യായ് ഗ്യാരണ്ടി, എങ്ങനെ ബദലാകും മോദി ഗ്യാരണ്ടിക്ക്? TG മോഹൻദാസ് പറയുന്നതിലൊന്നും എനിക്ക് അത്ഭുതമില്ല. അദ്ദേഹത്തിന് സ്വാഭാവികമായും അങ്ങനെ പറയും. പക്ഷെ ഞാൻ വളരെ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്നു CPMന്റെ പ്രതിനിധി പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങളിൽ, വാക്കുകളിൽ സിംഹഭാഗം ഉപയോഗിക്കുന്നത് മോദിക്കെതിരെ പറയാനല്ല, കോൺഗ്രസ് ഗെയിം ചേഞ്ചർ ആവില്ല എന്ന് പറയാൻ, അങ്ങനെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനുള്ള ഒരു നിർബന്ധ ബുദ്ധിയാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം പൗരത്വത്തെക്കുറിച്ച് പറഞ്ഞു, ഈ പറയുന്ന കോൺഗ്രസ് എന്ത് ചെയ്തു എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ വനിതാ സംവരണത്തെക്കുറിച്ച് മോഹൻദാസിനെ പോലുള്ള ഒരാളോട് പറയാനുള്ള മറുപടി ഒന്ന് മാത്രമാണ്. മോദി ഈ രാഷ്ട്രത്തിന് കൊടുക്കുന്ന ഉറപ്പ് എന്ന് പറയുന്നത് കേവലം വാക്കുകൾ മാത്രമാണ്. അദ്ദേഹത്തിന് ഈ രാജ്യത്തെ പൗരന്മാരുടെ തുല്യനിലയെക്കുറിച്ച് പോലും, തുല്യ അഭിമാനത്തോടുകൂടി ഇന്ത്യക്കകത്ത് ജീവിക്കാനുള്ള അവസരം ഉറപ്പ് നൽകുന്നതിൽ പോലും പരാജയപ്പെട്ട ഒരു രാഷ്ട്രത്തിന് പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. പൗരത്വത്തിന് പോലും ഈ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഒരു ഉറപ്പുമില്ലാത്ത ആളാണ് അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടിയെക്കുറിച്ച് പറയുന്നത്. മോദിയുടെ ഉറപ്പ് എന്ന് പറയുന്നത് ഒരു പാഴ്വാക്കാണെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുകയാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച്, വനിതാ സംവരണ ബില്ലിനെ സംബന്ധിച്ച്, ഇവിടുത്തെ രാജീവ് ഗാന്ധി നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് സംവിധാനം, അതിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കം നടപ്പിലാക്കിയ വനിതാ സംവരണം, ഇതൊക്കെ ഈ രാജ്യത്തെ സംബന്ധിച്ച് വലിയ രജതരേഖകളാണ്. ഇപ്പോൾ പൗരത്വത്തെക്കുറിച്ച് പറഞ്ഞു. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നിർമ്മിച്ചത്, ഈ രാജ്യത്തെ പൗരത്വം എന്തായിരിക്കണമെന്ന് നിർണയിച്ചത്, ഈ രാജ്യം ഏതു രാജ്യമായിരിക്കണമെന്ന് പറഞ്ഞത്, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ സുദീർഘങ്ങളായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. KM മുൻഷിയെപ്പോലൊരാൾ പറഞ്ഞത്, പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി തുടരണമെന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയുണ്ട്, കോൺഗ്രസിൻ്റെ ഒരു വിഷനുണ്ട്. അത്തരം ചരിത്രപരമായ പങ്കിനെ എങ്ങനെയാണ് CPMന്റെ പ്രതിനിധിക്ക് നിഷേധിക്കാൻ കഴിയുക? ഇപ്പോഴും BJPക്കെതിരെ മൂർത്തമായൊരു ബദൽ രൂപീകരിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസ് അല്ലേ? രാജ്യത്തുടനീളം രാഷ്ട്രീയ സാന്നിധ്യമുള്ള ഏക പ്രസ്ഥാനം കോൺഗ്രസ് അല്ലേ? പക്ഷെ അതിനു പകരം വളരെ കൃത്യമായി കോൺഗ്രസിനെ, കേരളത്തിന്റെ ഇട്ടാവട്ടത്തിനകത്ത് കോൺഗ്രസ് ആണ് രാഷ്ട്രീയ എതിരാളികൾ എന്നതുകൊണ്ട് മാത്രം രാജ്യം ഇത്ര വലിയൊരു പ്രതിസന്ധിയെ നേരിടുന്ന ഘട്ടത്തിൽ, രാജ്യത്തെ സംബന്ധിച്ച് അതിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പായിരിക്കുന്ന സന്ദർഭത്തിൽ വളരെ കൃത്യമായി കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്യാൻ CPM പ്രകടിപ്പിക്കുന്ന ഈ അവരുടെ രാഷ്ട്രീയമായ വീര്യം എന്ന് പറയുന്നത്, അത് കോൺഗ്രസിനോടുള്ള കേവലമായ എതിർപ്പ് മാത്രമല്ല, CPM ഈ കോൺഗ്രസ് പ്രകടന പത്രികയിൽ കുറെ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കോൺഗ്രസിന് എന്തായാലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഭരിക്കുവാനായിട്ട് കിട്ടില്ല എന്ന കാര്യം ഉറപ്പാണല്ലോ. അവിടെ ഇനിയിപ്പോൾ ഇന്ത്യ മുന്നണി എന്ന ഒരു മുന്നണി സംവിധാനത്തിലൂടെ എത്താനാണ് ശ്രമമെങ്കിൽ കൂടി ഈ സീറ്റെണ്ണം നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് മറ്റ് സഖ്യകക്ഷികളിൽ നിന്ന് ഒരുപാട് മുന്നേറ്റം ഉണ്ടാവുകയുമില്ല. അപ്പോൾ ഈ കോൺഗ്രസിന്റെ ഈ പ്രകടന പത്രികയ്ക്ക് അവിടെ എന്ത് പ്രസക്തിയാണ് ഉണ്ടാകുന്നത്? അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ TG മോഹൻദാസ് പറയുന്നത്, ഒരു കാരണവശാലും ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുകയില്ല, BJP തന്നെ മൂന്നാം തവണയും വരും, മോദി തന്നെ അധികാരത്തിലെത്തുകയും ചെയ്യും, അതുകൊണ്ട് ഒരു പേരിനൊരു പ്രകടന പത്രിക അങ്ങനെ കണ്ടാൽ മതി എന്നാണ് TG പറയുന്നത്. പക്ഷേ അതിനപ്പുറം കടന്ന് ശരി, ഒരു സഖ്യത്തിലൂടെ വരുമെന്ന് കരുതുക, എങ്കിൽ പോലും കോൺഗ്രസിന്റെ ഈ പത്രികയ്ക്ക് എന്ത് പ്രസക്തിയാണ് വരുന്നത്? മറ്റ് സഖ്യകക്ഷികൾക്ക് ഈ ഒരു അഭിപ്രായമായിരിക്കില്ല.
ഇവിടെ സംവരണത്തെക്കുറിച്ചൊക്കെ കോൺഗ്രസ് വാതോരാതെ പറയുന്നുണ്ട് ഈ പ്രകടന പത്രികയിൽ. പ്രകടന പത്രികയുടെ അന്തിമ രൂപമാകുന്നില്ല, അത് കുറച്ച് ദിവസങ്ങൾ എടുത്തേക്കും. പക്ഷേ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ വരിക. അത് നേതാക്കൾ പറയുകയും ചെയ്തിട്ടുണ്ട്, ഈ 50% സീലിംഗ് ഒക്കെ ഞങ്ങൾ എടുത്തു മാറ്റുമെന്ന്. ഇതൊക്കെ എങ്ങനെ സാധ്യമാകും? മഞ്ജുഷ, ജനാധിപത്യത്തിൽ ഞാനോ നിങ്ങളോ അല്ലല്ലോ, ടി ജെ മോഹൻദാസും അല്ലല്ലോ, ജനങ്ങളല്ല യജമാനന്മാർ. ഇപ്പം ഇവിടെ സുരേഷ് ഗോപി പറയുന്നത് ജനങ്ങളെ പ്രജകളെന്നാണ്. പക്ഷെ കോൺഗ്രസ് ജനങ്ങളെ പ്രജകളായി കാണുന്നില്ല. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആരാണ് അധികാരത്തിൽ വരുന്നതെന്ന്. ഈ വോട്ടെടുപ്പ് പ്രഖ്യാപിക്കുന്ന തീരുമാനിക്കുന്ന നിമിഷം മുതൽ ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെ ആർക്കാണ് പ്രവചിക്കാൻ കഴിയുക? ഇതുപോലെ ഇന്ത്യ ഷൈൻസ് എന്ന് പറയുന്ന മുദ്രാവാക്യം, ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞ ആളുകൾ അവസാനം സംഭവിച്ചത് എന്താ? ഇന്ത്യയുടെ തിളക്കം എന്ന് പറയുന്നത് ഒരു വ്യാജ തിളക്കമാണെന്നും തിരിച്ചറിഞ്ഞ ജനങ്ങൾ UPA ഗവൺമെന്റിനെ 10 കൊല്ലത്തിലേക്ക് അധികാരത്തിൽ എത്തിച്ചു. പരിവാർ ശക്തികൾ ഇന്ത്യ തിളങ്ങുന്നു എന്ന പ്രചരണത്തിൽ ഇന്ത്യയിൽ സംഘപരിവാറിന് പുറത്തു നിൽക്കേണ്ടി വന്നു. അപ്പോൾ ജനങ്ങളത് തീരുമാനിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ച് തീർച്ചയായും കോൺഗ്രസിനൊരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുണ്ട്. അതിന്റെ ഘടകകക്ഷികൾക്ക് മറ്റ് പ്രകടന പത്രികകൾ, അവരുടെ പ്രയോറിറ്റികൾ ഉണ്ടാകും, മുൻഗണനകൾ ഉണ്ടാകും. പക്ഷെ കോൺഗ്രസിന്റെ പ്രകടന പത്രിക അവിടെ നിൽക്കുന്നുണ്ട്. നാളെ ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെടുകയാണെങ്കിൽ അതിൽ ഒരു പൊതു മിനിമം പരിപാടി ഉണ്ടായിരിക്കും. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ പ്രകടന പത്രിക കൂടി ഉൾക്കൊള്ളുന്നതായിരിക്കും അത്. കോൺഗ്രസ് കൃത്യമായ നിലപാടല്ലേ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി SC/STക്ക് ഒരു പ്രത്യേക ബജറ്റ് എന്ന് പറയുന്ന വിപ്ലവാത്മകമായ ആ തീരുമാനത്തെ CPM എന്തുകൊണ്ടാണ് കാണാതെ പോകുന്നത്? അതിൽ അത്ഭുതമില്ല. കാരണം കോൺഗ്രസ് ജാതി സെൻസസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ സുപ്രീം കോടതിയിൽ ഒരു മറുപടി കൊടുത്തൊരു സർക്കാരാണിത്. ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞത് സാമ്പത്തിക സംവരണം ആദ്യമായി നടപ്പിലാക്കിയത് ഞങ്ങളാണ്, അത് നരേന്ദ്രമോദി ഒന്ന് നടപ്പിലാക്കി കാണിക്കൂ എന്ന് പറഞ്ഞവരാണ്. അപ്പോൾ സാമൂഹിക നീതിയെക്കുറിച്ച് CPMന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. കോൺഗ്രസ് ഇവിടെ നടത്തുന്ന നയപരിപാടികളെ കുറിച്ച് നിങ്ങൾക്ക് വിയോജിപ്പുകൾ ഉന്നയിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് CPM പറയുന്നത് അതൊന്നും പ്രസക്തമേ അല്ല. മോഹൻദാസിനെ പോലെ ഒരാൾ പറയുകയാണ് നിങ്ങൾ അധികാരത്തിൽ വരാൻ പോകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും പറയാമെന്ന് പറയുന്ന മോഹൻദാസിന്റെ അധികാരത്തിന്റെ ഔദത്യത്തിന്റെ ഭാഷ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ CPMന്റെ പ്രതിനിധി അതിൽ പങ്കുചേരുന്നതിനെയാണ് ഞാൻ എതിർക്കുന്നത്. അത് എന്തുകൊണ്ട് വിശദീകരിക്കാനുള്ള